നമസ്കാരം. കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. മയക്കുമരുന്ന് രാജ്യത്തെത്തുന്നത് തടയാൻ കർശന നടപടികളുമായി കുവൈത്ത്. ജനസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധതയിൽ ഭരണകൂടം വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുവൈത്ത് കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ രാജ്യത്തേക്ക് മയക്കുമരുന്ന് വസ്തുക്കളുടെ അനധികൃത പ്രവേശനം തടയുന്നതിന് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതായി അറിയിച്ചു. വിമാനത്താവളങ്ങളിലും അതിർത്തി ചെക്ക് പോയിന്റുകളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന സംശയാസ്പദ വസ്തുക്കളെ പിടിച്ചെടുക്കുന്നതിന് കസ്റ്റംസ് അധികൃതർ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ പ്രതിരോധം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. സമൂഹത്തിൽ മയക്കുമരുന്ന് ഉപയോഗവും കടത്തുമൂലം ഉയരുന്ന വെല്ലുവിളികൾ ഗൗരവമായ സാഹചര്യങ്ങളിലേക്കാണ് നയിക്കുന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ജനസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധതയിൽ ഭരണകൂടം വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർ സ്വൈക്ക കുവൈറ്റ് ന്യൂസ് ഏജൻസി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അൽ മന്നയെ സന്ദർശിച്ചു. മാധ്യമ സഹകരണം ശക്തിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുവരും ചർച്ചകൾ നടത്തി. കുവൈത്ത് ന്യൂസ് ഏജൻസി ആസ്ഥാനത്ത് വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും മാധ്യമങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുള്ള പ്രായോഗിക പരിശീലന പരിപാടികൾ, വൈദഗ്ധ്യ കൈമാറ്റം എന്നിവയുടെ പ്രാധാന്യത്തെ യോഗം പ്രത്യേകമായി ചൂണ്ടിക്കാട്ടി. കുനയുടെ പ്രവർത്തനങ്ങൾ ലോകമാകെയുള്ള ലേഖകരുടെയും ബ്യൂറോകളുടെയും സഹായത്തോടെ വാർത്തകളെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ സമീപനം നിലനിർത്തുന്നതായും ചർച്ചയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലെറ്റ്സ് കണക്ട് ടെക് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ജൂൺ 25 മുതൽ ജൂലൈ 8 വരെയാണ് ഫെസ്റ്റിവൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഹോണറിന്റെ സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. കുറൈൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കുവൈത്തിലെ പ്രമുഖ ടെക് വ്ലോഗേഴ്സും ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പുതിയതും AI അടിസ്ഥാനമാക്കിയതുമായ മൊബൈൽ ഫോണുകൾ, ഗാഡ്ജറ്റുകൾ, ആക്സസറികൾ തുടങ്ങിയവ വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള അവസരം ലഭിക്കും. ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമായ AI ഹോം സോൺ പൂർണ്ണമായ രീതിയിലുള്ള സ്മാർട്ട് ഹോം അനുഭവം ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. മൊബൈൽ ഫോൺ, എയർ കണ്ടീഷൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് വാച്ച്, CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ AI പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് സ്മാർട്ട് ഹോം. ഇതിനു പുറമെ AI ഇമേജ് മത്സരവും ഡിജിറ്റൽ ഡ്രോയിംഗ് ചാലഞ്ചും PUBG ഗെയിമിംഗ് ചാലഞ്ചും ഉൾപ്പെടെയുള്ള തത്സമയ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. #AI with LuluKW എന്ന വിലാസം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും മത്സരത്തിൽ പങ്കെടുക്കാം. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്തിലെ മലയാളി എഴുത്തുകാരുടെ കൂട്ടായ്മയായ പ്രതിഭ കുവൈറ്റ് പ്രതിമാസ യോഗം ചേർന്നു. ജൂണോ എന്ന പേരിലുള്ള മാസിക ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സമൂഹത്തിൽ കലയുടെ നിലനിൽപ്പ് വ്യക്തിയുടെ സാംസ്കാരിക ഉന്നമനത്തിലൂടെയാണെന്ന് യോഗം വിലയിരുത്തി. യോഗത്തിൽ ജൂണോ മാസിക കഥാകൃത്ത് സേവ്യർ ആന്റണി ചിത്രകാരൻ പ്രവീൺ കൃഷ്ണയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. തുടർന്ന് മാഗസിനിലുള്ള കൃതികളിന്മേൽ ചർച്ച നടന്നു. ഷിബു ഫിലിപ്പ് അധ്യക്ഷനായ യോഗത്തിൽ പ്രേമൻ ഇല്ലത്ത്, മണികണ്ഠൻ വട്ടംകുളം, ജവാഹർ കെ എഞ്ചിനീയർ എന്നിവരും പങ്കെടുത്തു. സെപ്റ്റംബർ മാസത്തിൽ കുവൈറ്റിലെ എഴുത്തുകാരുടെ നോവലുകൾ പ്രസിദ്ധീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ദീർഘകാലത്തെ കുവൈറ്റ് ജീവിതം മതിയാക്കി ദുബൈയിലേക്ക് പോകുന്ന കായംകുളം NRIs കുവൈറ്റ് എക്സിക്യൂട്ടീവ് അംഗം ശരത് എസ് പിള്ളക്കും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി. കായംകുളം NRIs കുവൈത്തിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് KG ശ്രീകുമാർ നൽകി. പ്രസിഡന്റ് KG ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ BS പിള്ള, രേണുക S പിള്ള, സൗമ്യ ശരത്, സിയ ശരത്, സഞ്ജു ശരത്, ഗോപാലകൃഷ്ണൻ, രഞ്ജിത്ത്, മധുക്കുട്ടൻ, ഹരി പത്തിയൂർ, അരുൺ സോമൻ, അനീഷ് ആനന്ദ്, അൽ അമീൻ, അനീഷ് സ്വാമിനാഥൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ജനറൽ സെക്രട്ടറി അബ്ദുൽ വഹാബ് സ്വാഗതവും ട്രഷറർ ഖലീൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. നന്ദി.